ഹായ്, ഇപ്പം നമുക്ക് സമയം 3 മണിയായിട്ടോ. അപ്പം ഞങ്ങളിന്ന് ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ബ്രൈഡ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് 3 ബ്രൈഡാണുള്ളത്. അപ്പം എങ്ങനെയുണ്ട് നമുക്കെന്നുള്ളത് നോക്കാൻ. വന്നില്ല. ഓക്കെ, വരും. A few minutes later. ഒരുപാട് വെറൈറ്റി ബ്രൈഡ്സിനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൊഫഷണലിൽ ഇരിക്കുന്ന ഹൈ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനും ആ ഫീൽഡോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. ആരായിരിക്കും നമുക്ക് നമ്മുടെ ബ്രൈഡ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഞാൻ ഒരു ഷെഫാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കനും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണല്ലേ. നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സൂയിക്കാം അല്ലേ. സുഖിനോ ബവ എന്ന് പറഞ്ഞ പോലെ തിന്നു. എന്തോ എപ്പോഴും സുഖിന്നൊക്കെ വരുള്ളൂ തിന്നുന്ന സാധനങ്ങളുടെ. അതെ, ഉണ്ടാക്കുന്നതിനേക്കാളും സുഖം അത് തിന്നാനാണ്. മണിക്കൂറുകൾ എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കും. പക്ഷെ തിന്നുന്നത് ചവയ്ക്കാനും കൂടെ നമുക്ക് സമയമില്ല. അങ്ങ് വിഴുങ്ങുക, വാരി വിഴുങ്ങുക അല്ലേ. പക്ഷെ രസമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി ആൾക്കാർ കഴിക്കുന്ന കാണുമ്പോ ഒരു പ്രത്യേക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹോട്ടലുകൾ ഇപ്പം ഒരുപാട് ഹോട്ടൽസ് ഉണ്ടല്ലേ. പണ്ടൊക്കെ ഞാനൊരു പൊറോട്ടയും അതിൻ്റെ പ്ലെയിനായി കിട്ടുന്ന ഗ്രേവിയും പണ്ട് ഏണിക്കാക്കട കടയിൽ പോയി കഴിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. 2 രൂപയൊക്കെ ഉള്ളൂ പൊറോട്ടയ്ക്ക്. എന്തായിരുന്നു അതിൻ്റെ ടേസ്റ്റ്! ആഹാ, ഇന്ന് പൊറോട്ട വെറുതെ തന്നാലും വേണ്ട അല്ലേ. അന്ന് ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് വാങ്ങി തിന്നണം, വീട് നിറയെ ഐസ്ക്രീം വേണമെന്നൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. എല്ലാം വാങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നാന്ന് പറഞ്ഞാൽ കാശ് കിട്ടിയപ്പോഴോ നല്ല അസുഖങ്ങൾ ഇഷ്ടം പോലെ. അതുകൊണ്ട് അതും വാങ്ങി കഴിക്കാൻ പറ്റില്ല അല്ലേ. എന്താണ് വൃത്തിയായി ആരോഗ്യകരമായി കഴിക്കാനുള്ള ഷെഫിന്റെ ഒരു ഇതെന്താ? എങ്ങനെ കഴിച്ചാൽ നമ്മൾക്ക് പയ്യെ തിന്നൽപ്പനയും തിന്നെന്ന് പറയുന്ന പോലെ നമ്മള് മെല്ലെ കഴിച്ചാൽ ഭക്ഷണമായി കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമായിട്ടിരിക്കും. ഒരുപാട് നമ്മൾ എന്ത് കഴിച്ചാലും പിന്നെ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ടി വരും. അതെ, എല്ലാവരും അളവോടെ കഴിക്കുക. അതെ, എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗ് കൂടി ഞങ്ങൾ മേക്കപ്പ് തുടങ്ങാൻ പോവുകയാണ്. കുറെ വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഈ കെല്ലില് ബുക്ക് ചെയ്യാനുള്ള കാരണം? മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ കറക്റ്റായി പിടിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഈ എന്താ പറയാ, ആലോചന വന്നു, കല്യാണാലോചന വന്നു. ഞങ്ങൾ സംസാരിച്ചു, ഓക്കെ ശരി ഇതന്നെ ഫിക്സ് ചെയ്തു. അപ്പൊ പിന്നെ നിശ്ചയം. അപ്പൊ അതിനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ആരെയാണ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ആൾക്കാരെ തപ്പിക്കൊണ്ട് വരുമ്പോ റാൻഡം ആയിട്ട് നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ആൽഗോറിതം മാറി. ഇൻസ്റ്റയിൽ വരെ ഇപ്പോ എവിടെ നോക്കിയാലും മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് വീഡിയോസ് ഇത് മാത്രം വന്നു തുടങ്ങിയപ്പോ ഒരു ബന്ധമില്ലാതെ ഒരു ചേച്ചി അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുൾ കോമഡി ഒക്കെ അടിച്ച് ആ ഒരു മൂടന്നെ അങ്ങോട്ട് മാറ്റി. നമ്മള് ആ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ആ ഒരു മൂടേ മാറി നമ്മള് ഫുൾ ചില്ലായി. നമ്മുടെ അൽഗോരിതം അങ്ങോട്ട് മാറും. അതെ, മൊത്തത്തില് മാറും. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ശരി നിശ്ചയം കുഴപ്പമില്ല, കല്യാണം ഇത് ഫിക്സ്. കാരണം നിശ്ചയത്തിന് ചെക്കനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. കല്യാണം ഗ്രാൻഡ് ആക്കണം. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടിയേ തീരുമാനിച്ചു അല്ലേ. അപ്പൊ നമ്മൾക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്ന് അതിന് വേണ്ടി നമുക്ക് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാം അവര്. അപ്പൊ തീരുമാനം നമുക്ക് തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ. ലാസ്റ്റ് നമുക്കത് കണ്ട് മനസ്സിലാക്കാം. എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന്. അത് നമുക്ക് കാണാം അല്ലേ, നോക്കിയിരുന്നോ. നമ്മൾ ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ്, കോമഡി ആൻഡ് മേക്കപ്പ്, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അതെ.
എന്തിനാണ് വെറുതെ? അത്രേ ഉള്ളൂ. ഈ മോതിരം കുറച്ച് സ്പെഷ്യലാണ് എനിക്ക്. അതെന്താ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. 6 മാസമായിട്ട് ഈ ആലോചന നടന്നതും കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെയാണ്. അപ്പം കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഒരു മോതിരമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു പ്ലാറ്റിനം ഡേറ്റും ഞങ്ങളുടെ ഇനീഷ്യലും വെച്ചിട്ട്. ഓ, നിങ്ങൾ സെപ്പറേറ്റ് ഉണ്ടാക്കിച്ചാണല്ലേ? ഇതാ ഇതിനകത്ത് ലവ് വി ലവ് ജെ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. എന്താ പറയുക, ലൈഫ് ലോങ് നമുക്ക്. ഇതുവരെ എല്ലാവരും പേര് മാത്രമല്ലേ എഴുതാറുള്ളൂ. ഇത് ഇത് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഇടണ്ട, ഞാൻ മുതലിട്ടതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമുക്കിങ്ങനെ വരാം ഓരോന്നായിട്ട്. അപ്പം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ അതേ വൈബ് മൊത്തത്തിൽ രൂപം കൊണ്ടും എല്ലാം കൊണ്ടും ഭാവം കൊണ്ടും ഒരേപോലെ തോന്നിക്കുന്ന 2 വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ. ഈ സുന്ദരിയായ ബബ്ലിയായിട്ടിരിക്കുന്ന ഈ കൊച്ചിന്റെ പേരെന്താണ്? വൈഷ്ണവി. നല്ല പേര്. വൈഷു എന്ന് വിളിക്കും. എന്നെ ഐശ്വര്യ വിളിക്കും. നമ്മൾ കുറെ കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അതെ, ഐശുവായി, രൂപമായി, സ്വഭാവമായി. അതെ, കുറെ സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാർ. അതെ, എൻ്റെ കയ്യിൽ നിറയെ മോതിരമില്ല. അത് 4 ഊരിയിട്ടാൽ ഒരേ സിമിലാരിറ്റി ആകും. സ്വർണ്ണത്തിന്റെ വിലയിൽ ഇതെത്തിക്കാൻ ഞാൻ പെട്ടപാട്. എല്ലാം സ്വന്തമായി അധ്വാനിച്ച് വാങ്ങിയതാണോ? അങ്ങനെയല്ല, അച്ഛനുണ്ടല്ലോ. ഏക മോളാണ്. അപ്പൊ അച്ഛൻ്റെ എല്ലാം മോൾക്കുള്ളതാണ്. അതെ, അച്ഛന്റെ ഒരു സന്തോഷം മൊത്തം കാണിച്ചതാണ്. നമ്മൾ ഹാപ്പിയാണ്. അതെ, അച്ഛനും ഹാപ്പിയാണ്. എനിക്കിതൊന്നും താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് പോയതിന്റെ ഒരേ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ രക്ഷിതാക്കൾ മരണം വരെ നമ്മളുടെ പിന്നിൽ പോവില്ല. അതെ, കറക്റ്റ് അല്ലേ? വേറെ രാജ്യത്താണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കുന്നത് അവർക്ക് അപമാനമാണ്, ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരായി ജനിച്ചാല് നമ്മൾ എന്നും അഭിമാനിക്കുന്നു. കാരണം നമുക്ക് പണിയെടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയും സമ്പാദിച്ചോണ്ട് നമുക്കാണ് ജീവിച്ചേ അല്ലേ? നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പാരന്റ്സ് ഉണ്ടല്ലോ. അതെ. അപ്പം ഞങ്ങളുടെ ക്രിമ്പിംഗ് ഒക്കെ ഒരു സൈഡത്തെ കഴിഞ്ഞു. അതുവരെയാണ് ഞാൻ വർത്തമാനം പറയുന്നത്. അപ്പം ചോദിക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് എവിടെ നിന്ന് അത്ര സമയം? അപ്പം ഞങ്ങൾ നടക്കും ക്രിമ്പിംഗ് ചെയ്യുന്ന ടൈമിലാണ് ഞാനിങ്ങനെ വർത്തമാനം പറയുന്നത്. പിന്നെ ഇടയിൽ കൂടെ പറയൂ കേട്ടോ. നല്ല നല്ല കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൈഡിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ പറയും. പിന്നെ വേറെ കാര്യം, നമ്മൾ ബ്രൈഡിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള വീഡിയോ നമ്മൾ എടുക്കാറില്ല. ബ്രൈഡിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റീൽസ് എടുക്കാൻ ഓക്കെ ആണോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ഇടാറുള്ളൂ. അല്ലാതെ ആരെയും നമ്മൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കില്ല. അതുകൊണ്ട് റീൽ എടുക്കുന്നത് പറഞ്ഞാൽ പേടിച്ചിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ബ്രൈഡ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് തന്നെ വരണം, ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. അല്ലേ? ഞാൻ ചോദിച്ചില്ലായിരുന്നു വീഡിയോ എടുത്തോട്ടേന്ന്? ഞങ്ങൾ ചോദിച്ചിട്ട് ഏട്ടോ എടുക്കുള്ളൂ. അപ്പോൾ അത് ആരും പേടിക്കണ്ട. അപ്പം റീലെടുത്തില്ലെങ്കിലും ഞങ്ങൾ മേക്കപ്പ് ചെയ്യും. ഓക്കെ, പൈസ കിട്ടുമല്ലോ. മാരേജ് കഴിഞ്ഞാലും അങ്ങോട്ടൊന്ന് തിരിച്ചു പോകും ജോലിക്ക്? കുറച്ച് കാലത്തേക്ക് ഞങ്ങൾ രണ്ടും അക്കരയ്ക്കരയാണ്. അക്കരയ്ക്കല്ല തീർന്നാൽ എങ്ങനെ ആശ തീരും? ശരിയായതിനു ശേഷം ഞാൻ അങ്ങോട്ട് പോകും. അല്ലേ? അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വീണ്ടും പ്രണയിക്കാൻ പോവുകയാണോ? കുറച്ചു കാലം കൂടി ഞങ്ങള് 2 സ്ഥലത്തിലേക്ക് വിട്ടുവിട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രണയം കൂടും അല്ലേ? അതെ. എത്ര കാലം ഇരിക്കാനാണ് ഉദ്ദേശം? ഒരുപാടില്ല. ഞാൻ അതിനോട് വലിയ യോജിക്കുന്ന ആളല്ല. രണ്ടുപേരും 2 സൈഡിലിരിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ സെറ്റ് ആയി 2 ജോലി ആക്കി എടുക്കണം. അതെ. അല്ലെങ്കിൽ ആളുടെ സ്ഥലത്ത് ഇയാൾക്ക് ജോലിയാണോ, അല്ലെങ്കിൽ ഇയാളുടെ സ്ഥലത്ത് ആൾക്ക് ജോലി ട്രൈ ചെയ്യണം അല്ലേ? അപ്പൊ പെട്ടെന്ന് ജോലി കിട്ടുമ്പോ വേഗം മാറും. അതെ അതെ, അതാണ് ഇപ്പോഴത്തെ ഐഡിയ, തീരുമാനം. ഗുഡ് ചോയ്സ്. ചുരിദാർ നന്നായിട്ടോ? കൊള്ളാം. കണ്ണടച്ചിട്ടാണ് പറയുന്നത് കൊള്ളാം? അല്ല, ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്നെ, ഞാൻ ബ്ലാക്ക് ലവറാണ്. മകം പിറന്ന മങ്ക. ഇന്ന് നമുക്ക് മകത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. വളരെ കാര്യശേഷിയുള്ള വളരെ. അപ്പൊ ഇതിനിപ്പോ ഇത് ആഴ്ചഫലം മാസഫലമൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതുപോലെ അല്ലേ? മകം പിറന്ന മങ്ക എന്നാണ് പൊതുവെ പറയുന്നത്. മുഖം പോലെ കാണപ്പെടുന്ന അല്ലേ, എന്തോ ആണ് അല്ലേ? അതിൽ കാര്യപ്രാപ്തിയും പിന്നെ ഭയങ്കര സഹജീവികളോടുള്ള സ്നേഹവും ഭയങ്കര കരുതലും ഒക്കെ ഉള്ള ഒരാളാണ്. നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിലും ഒരകലം പാലിക്കാറുണ്ട് പലപ്പോഴും. എല്ലാവരെയും അകമഴിഞ്ഞ് വിശ്വസിക്കാനും
അതുപോലെ തന്നെ അതങ്ങനെ നമ്മൾ കൂട്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശത്രുക്കളും കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. എപ്പോൾ നമുക്ക് നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടി നമ്മൾ പലതും നമ്മൾ നോക്കും, അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാം ഓക്കെ ആയാൽ മാത്രമേ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സും ഇല്ല. അങ്ങനെ നമ്മൾ കിട്ടുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ സന്മനസ് അവർക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്തവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മളെന്നും കുറ്റപ്പെടുത്താനും നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെയുള്ളൂ. എപ്പോഴും നമ്മൾ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളാൻ ഉള്ള ആരും തന്നെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്കെന്നല്ല, പൊതുവേ മകനക്ഷത്രക്കാർക്ക് പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാവരും മകമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മകത്തിൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, മകത്തിൻ്റെ മാത്രം കേട്ടോ. പിന്നെ നമ്മുടെ വരുന്ന ആളുടെ നാളനുസരിച്ച് അവർ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ ഓക്കെ. അതുകൊണ്ട് ഈ ജാതകം നോക്കി 8-8 പൊരുത്തം വേണമെന്നില്ല. 8-8 പൊരുത്തം ഇല്ലാതെ ഉള്ള പൊരുത്തം നോക്കിയിട്ട് കല്യാണം കഴിക്കാം. ജാതക പൊരുത്തത്തിനേക്കാളും നല്ലത് നമുക്ക് മനപ്പൊരുത്തമാണ് അല്ലേ. മനപ്പൊരുത്തം ഉണ്ടായാൽ എല്ലാ പൊരുത്തമായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജാതകം നോക്കുന്നതിനെ മുന്നേ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക അല്ലേ. നമുക്ക് വേണ്ടത് ജാതകത്തിലല്ല, നമുക്ക് ബ്ലഡിലാണ്. അതുപോലെ കുഴപ്പമൊന്നുമില്ല, അസുഖമൊന്നുമില്ല. ഒരു ബോഡി ചെക്കപ്പ് നടത്തി കല്യാണം കഴിക്കുന്നത് നന്നായിരിക്കും. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. വേണ്ടവർ സ്വീകരിക്കുക. നന്ദി, നമസ്കാരം. അപ്പം ഞാൻ സാരിക്കൊക്കെ പ്ലീറ്റ് എടുത്ത് തലേദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. എൻ്റെ സാരിക്ക് നമ്മളിവിടെ പ്ലീറ്റ് ഇവിടെയൊക്കെ നല്ല പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാരിക്ക് ഇവിടെ നല്ല പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ണം കൂടിയവർക്ക് നമ്മളിവിടെ ഇങ്ങനെ അതേപോലെ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാരി ഉടുപ്പിക്കാൻ പോവാം കേട്ടോ. സാരി ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലൈറ്റിൽ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? വിചാരിച്ച പോലത്തെ ഉണ്ടായില്ലേ? ആണല്ലേ, താങ്ക് യു. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു ഫുഡ് അടിപൊളി ഉണ്ടാക്കി തരണം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ബ്രൈഡ് പോയി. അപ്പോൾ കറക്റ്റ് ടൈമിൽ പോയി സന്തോഷകരമായി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ബ്രൈഡിൻ്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞ് സാരി ഉടുപ്പിക്കാൻ പോകും കേട്ടോ. അപ്പം അതും കൂടെ കറക്റ്റ് ടൈമിൽ തീരണം, ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ ശരിയാക്കും. ഓക്കെ, അപ്പം ഒരുപാട് സമയമില്ല. கண்ணம்மா ஒன்ன மனசில் நினைக்கிறேன் பார்வை பாரடி